അധ്യാപകരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എനിക്ക് ലഭിച്ച വിഷയം കോവിഡാനന്തര ലോകം എന്നതാണ്. ലോകം മുഴുവൻ ഇന്ന് ഒരു ദുരന്ത ഭൂമിയായി മാറിക്കഴിഞ്ഞു. COVID-19 എന്നത് ഈ നൂറ്റാണ്ടിലെ കറുത്ത അധ്യായമായി മാറിക്കഴിഞ്ഞു. ലോകത്ത് പല സമയങ്ങളിൽ പല രോഗങ്ങളും ഉണ്ടായിട്ടുണ്ട്. മസൂരി, ചിക്കൻ ബോക്സ്, കോളറ തുടങ്ങിയ പകർച്ചവ്യാധികൾ, മഹാമാരികൾ മനുഷ്യരെ തളർത്തിയിട്ടുണ്ട്. പക്ഷേ അതിനെയെല്ലാം മനുഷ്യൻ യുദ്ധസമമായാണ് അതിജീവിച്ചു പോന്നത്. ലോകം മുഴുവൻ വ്യാപിച്ച ഒരു വൈറസ് മഹാമാരിയാണ് കൊറോണ എന്ന COVID-19. ചൈനയിലെ വുഹാനിൽ നിന്നാണ് ഈ വൈറസ് ലോകത്തിലെ പല ഭാഗങ്ങളിലും എത്തിയത്. ഇന്ത്യയിൽ ഈ വൈറസ് ആദ്യമായി സ്ഥിരീകരിച്ചത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. അപ്പോൾ തന്നെ വേണ്ട മുൻകരുതലുകൾ എടുക്കാൻ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് തയ്യാറായി. രോഗമായി എത്തുന്നവരെ പ്രത്യേക സ്ഥലത്തിലേക്ക് മാറ്റുകയും അവരിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരുന്നത് തടയാനായി. വിദേശത്ത് നിന്നും എത്തുന്നവരെ പൂർണ്ണമായും നിരീക്ഷിച്ച് രോഗലക്ഷണങ്ങളുള്ളവരെ പ്രത്യേക സ്ഥലത്തിലേക്ക് മാറ്റുകയും ചെയ്തു. ലോകത്തിലെ സകല മാനജനങ്ങളും ഈ കൊറോണ എന്ന മഹാമാരിക്ക് മുന്നിൽ സ്വയം മുട്ടുകുത്തിക്കഴിഞ്ഞു. കൊറോണ എന്ന കണ്ണിൽ കാണാത്ത ഈ കുഞ്ഞൻ വൈറസിന് മുമ്പിൽ മനുഷ്യൻ തന്റെ ജീവിതം പോലും മാറ്റിമറിക്കാൻ തയ്യാറായി. വീടുകളിൽ കൂടുതൽ സമയം കണ്ടെത്തുവാനും മക്കളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനും അവസരമുണ്ടായത് ഈ കൊറോണക്കാലത്താണ്. മുഖത്ത് വാരി തേച്ച് ചായക്കൂട്ടുകൾ ഒരു മാസ്കിന് വഴി മാറിയതുപോലെ കൃത്രിമമായ പലതും വഴി മാറിക്കൊണ്ടിരിക്കും. കളിയും ചെറിയും ഇല്ലാത്ത ഒരു യുഗമാണോ ഇനി വരാൻ പോകുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. കൊറോണ എന്ന കണ്ണിൽ കാണാത്ത ഈ കുഞ്ഞൻ വൈറസ് നമ്മെ ആവശ്യങ്ങളും അനാവശ്യങ്ങളും പഠിപ്പിച്ചു. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഭക്ഷണത്തിന്റെയും വില നമ്മെ പഠിപ്പിച്ചു. നാളെ എന്ത് എന്നതിനേക്കാൾ ഇന്ന് എന്ത് എന്ന് പഠിപ്പിച്ചു. കോവിഡാനന്തരം കടന്നു വന്നത് ഭക്ഷ്യക്ഷാമമാണ്. കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി വെറും 10% മാത്രമായി ചുരുങ്ങി. മണ്ണിൽ പണിയെടുക്കാൻ മടിയുള്ള മലയാളി തൂമ്പുയർത്താൻ തയ്യാറാകണം. കാർഷിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കൊറോണ ഒരു കാരണമാകട്ടെ. നന്ദി, നമസ്കാരം.